പണ്ട് കഞ്ഞി കുടിക്കാനേ പ്ലാവിലെ കുമ്പിള് കൂട്ടിയാ ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾക്കല്ലെങ്കിലും പഴയ സാധനങ്ങളല്ലേ ഇഷ്ടം? പഴയ കാറ്. അമ്മേ 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 മതി. അച്ഛന്റെ CCTVയെ കുറിച്ച് മാത്രം ഒന്നും പറയാൻ പാടില്ല. അതെ. അംബികയെ, കഞ്ഞിക്ക് പപ്പടത്തിന്റെ കുറവുണ്ട്. കഞ്ഞി പയർ പപ്പടം, അതാണ് കോമ്പിനേഷൻ. പപ്പടം ഇല്ലാതെ കഞ്ഞി കുടിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അത് ശരിയാ മോളെ. പക്ഷേ കഞ്ഞി പപ്പടം കൂട്ടി കഴിച്ചാ നല്ല സ്വാദ. വലിയ സ്വാദാ. ദീദി കുറച്ചുകൂടി കഞ്ഞി കുടിച്ചേ. വേണ്ടമ്മ, ഇനിയും കഴിച്ച എന്റെ ഉറക്കം ഓടിപ്പോവും. പോട്ടെന്നേ, അതുകൂടെ ഞാൻ കിടന്നുറങ്ങിക്കോളാം. അത് വേണ്ട, ഇതിൽ കൂടുതൽ ഉറങ്ങിയാലേ ബുദ്ധി കുറയും. ആ, അതിപ്പോഴും അച്ഛന് കുറവാണല്ലോ. എടീ, നിന്നെ കെട്ടിയ പോലെ എന്റെ ബുദ്ധി പോയി തുടങ്ങിയത്. അതെ അതെ അതെ. ചിരിച്ചോണ്ടിരുന്നാൽ ഒരു രോഗവും വരത്തില്ലെന്നാ നിന്റെ അമ്മ പറയുന്നത്. അതല്ലേ എനിക്കൊരു രോഗവും വരാത്തത്. അതെ, എന്നാ പിന്നെ നിങ്ങൾ ചിരിച്ചോണ്ട് തന്നെ ഇരുന്നോ. വേണമെങ്കിൽ ഇച്ചിരി ചിരി എടുത്ത് കഞ്ഞിയിലോട്ട് ഇട്ട് തരാം. ആ മോളെ എന്താ? ഒന്നുമില്ലമ്മ. അല്ല, സൗഭാഗ്യപുരത്തെ വിശേഷങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് പറ. അവിടെ ചെന്നപ്പോ ആ വീട് നേരത്തെ കണ്ടതുപോലെയാണെന്ന് പറഞ്ഞില്ലേ? വീടിന്റെ അകോ അത് കണ്ട ഓർമ്മയുണ്ടോ? ഇല്ല. അകത്തെ മുറിയില്ലേ ഞാനൊരു കുഞ്ഞിന്റെ ഫോട്ടോ കണ്ടു. സുന്ദരി കുട്ടിയാ. ഒരു 2.5-3 വയസ്സ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നാളെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാം. നിങ്ങൾ എന്തേ പറയുന്നേ? നാട്ടിലോട്ട് പോവാനോ? അല്ല, എന്താ ഇപ്പൊ ഇങ്ങനെ പോകാതെ? നാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? അച്ഛന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചു തരാം. എനിക്ക് അല്പം സാവകാശം തരണം. നമ്മുടെ കോഫി ഹൗസ് ഒന്ന് പച്ചപിടിച്ച് വരിക. ലോൺ അടയ്ക്കാനുണ്ട്. ലോൺ മാത്രമല്ല, വലിയൊരു സംഖ്യ എനിക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ദേ, മനസ്സിലായോ? കോഫി ഹൗസിൽ സ്ഥിരം കസ്റ്റമേഴ്സായി വരുമാനം വന്നു തുടങ്ങുന്ന സമയമാണ്. അതിപ്പോ ഇവിടെ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഇതാ ഞാൻ പറയുന്നത്, ബുദ്ധിയില്ലെന്ന്. അമ്മേ വേണ്ട. അച്ഛ, മോൾക്കല്പം സാവകാശം തരണം. നാട്ടിൽ തന്നെ കഴിയണമെങ്കിൽ ഞങ്ങളുണ്ട്.